വെളിപ്പെടുത്തൽ നടത്തുന്ന ആൾ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം കുറേ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം അവിടെ സാനിറ്റേഷൻ തൊഴിലാളിയായിട്ട് അത്തരം ആളുകൾക്ക് അങ്ങനെയുള്ള ജോലിയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു സത്യം വിളിച്ചു പറയുന്നത്, അയാളുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ന്യൂസ് മിനിറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം മുഖം മറച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ന്യൂസ് മിനിറ്റിൻ്റെ ലേഖിക ചോദിക്കുന്നുണ്ട്, ഈ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ 3 സ്ഥലത്ത് കുഴിച്ചിട്ട് ആകെ 2 സ്കെൽറ്റനാണ് കിട്ടിയത്, 2ഉം പുരുഷന്മാരുടേതാണ്. നിങ്ങൾ പറയുന്നത് സ്ത്രീകളെ കുഴിച്ചിട്ടു എന്നാണ്. കൂടുതൽ 70 ഒരു പോയിന്റ് നമ്പർ 13 അവിടെ 70 ബോഡി കുഴിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഒന്ന്, ഞാൻ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്ന സമയത്ത് അതൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ ലോഡ് കണക്കിന് മണ്ണ് ഇട്ട് നികത്തിയിട്ടുണ്ട്. അവിടെ കുറേയധികം ട്രാൻസ്ഫോമറുണ്ട്. അപ്പോൾ ഈ മണ്ണിട്ട് ഞാൻ കുഴിച്ച കുഴിയിൽ കറുത്ത മണ്ണാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന JCB ഉപയോഗിച്ച് കുഴിക്കുന്നിടത്ത് ചുവന്ന മണ്ണാണ് കിട്ടുന്നത്. അതിനകത്ത് അവിടെ വലിയ തോതിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്ത മണ്ണ് മാറ്റി അതിൻ്റെ ഇടയിൽ കറുത്ത മണ്ണ് കുഴിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ബോഡി കിട്ടൂ, സ്കെൽറ്റൻ കിട്ടാൻ സാധ്യതയുള്ളൂ. എനിക്ക് ഉറപ്പാണ് കിട്ടുമെന്നുള്ളത്. കാരണം ഒന്ന്, ഇത്രയും വർഷങ്ങളുടെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന അവിടെ തന്നെ കുഴിച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് മാറാൻ സാധ്യതയുണ്ട്. കാരണം ആ പ്രദേശത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലേഖിക എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? അപ്പോൾ അയാൾ പറയുന്നൊരു കാര്യം, അയാളുടെ സംസാരത്തിൽ കുറേ കൂടി സത്യസന്ധത നമുക്ക് തോന്നുന്നു. അയാൾ പറയുന്നത്, ഈ 90 മുതൽ 2014 വരെയുള്ള സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് എന്താണ് ഗുണം? ഞാൻ വർഷങ്ങളായി ഉറങ്ങിയിട്ട് പാപബോധം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ മരിച്ചുപോയ പെൺകുട്ടികളുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ തുറന്നു പറയുന്നത്. അല്ലാതെ എനിക്കിത് യാതൊരു താല്പര്യമില്ല എന്നാൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ സംസാരത്തിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ധർമ്മസ്ഥല വിഷയം വളരെ സെൻസിറ്റീവ് ആവാനുള്ള ഒരു കാരണം ഈ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കാണ്. കാരണം ഈ വിസിൽ ബ്ലോവറുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കംപ്ലയിൻറ്റ് വീണ്ടും കൊടുത്തിരുന്നു. 14 വർഷം മുമ്പ്, അവരുടെ 22 വർഷം മുമ്പ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു മകൾ, അവർ CBIയിൽ ഉദ്യോഗസ്ഥയായിരുന്നു. മകൾ മിസ്സിംഗ് ആയി. ധർമ്മസ്ഥലയിലേക്കുള്ള യാത്രക്കിടയിലാണ് മിസ്സിംഗ് ആയതെന്ന് അവരറിഞ്ഞ് അവർ വന്നന്വേഷിക്കുമ്പോൾ ഹോസ്റ്റലുകാർ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല 2 ദിവസമായിട്ടെന്ന് പറയുന്നു. ഈ ധർമ്മസ്ഥലയിൽ മകളെ അന്വേഷിച്ച് ചെന്ന ഇവരെ ക്ഷേത്രത്തിലെ സ്റ്റാഫുകളെന്ന് തോന്നിപ്പിക്കുന്ന വെളുത്ത വസ്ത്രധാരികളെ കുറച്ച് പേർ കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഒരു കോമയിലായി പോയിരുന്നു വർഷങ്ങളോളം. തലയ്ക്ക് പരിക്കേറ്റ്, ഇവർ ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ്. ഇപ്പോൾ ഒരു 60 വയസ്സിൽ മേലുള്ളൊരു സ്ത്രീയാണ്. അവർ വീണ്ടും കംപ്ലയിൻ്റായിട്ട് വന്നിട്ടുണ്ട്, വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ധർമ്മസ്ഥല എന്ന പ്രദേശത്ത് ഒരുപാട് പെൺകുട്ടികളെ മിസ്സിംഗ് ആയിട്ടുള്ളതായിട്ടുള്ള പരാതികളുണ്ട്. അവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായിട്ട് അവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം, ഈ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് ഈ അന്വേഷണം ചെല്ലുമോ എന്നുള്ള ഭയം. ആ ഭയം കേവലം അവരെ സംരക്ഷിക്കാനുള്ള ഭയം മാത്രമല്ല, കാരണം ആ മാനേജ്മെൻറ്റ് ആ പ്രദേശത്തെ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ്. അതിൻ്റെ ഈ ധർമാധികാരി എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവിടെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് മാത്രമല്ല, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു, ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മുടെ SNDPയുടെ മൈക്രോ ഫിനാൻസിൻ്റെ മാതൃകയിൽ വായ്പ കൊടുക്കുന്ന പദ്ധതികളുണ്ട്. ആ വായ്പയുടെ ഗുണഭോക്താക്കൾ കേരളത്തിലെ മഞ്ചേശ്വരം പ്രദേശത്ത് മലയാളികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അത്ര വലിയൊരു നെറ്റ്വർക്കാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. മാത്രവുമല്ല, അത്രയും പൗരാണികമായൊരു ക്ഷേത്രം, അതിൻ്റെ ഒരു റിലീജിയസ് ഇമ്പോർട്ടൻസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വളരെ സെൻസിറ്റീവ് ആവുക സ്വാഭാവികമാണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് അതിനെ, ആ ക്ഷേത്രത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ തടയുക എന്നുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ്. അതേസമയം അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി ഇവർ സംസാരിക്കുന്നില്ല. ഇപ്പോൾ പരമേശ്വരി ആവട്ടെ, DK ശിവകുമാർ ആവട്ടെ, മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ പ്രശ്നം ഇതാണ്, ഇതിനെ കമ്മ്യൂണലി ട്വിസ്റ്റ് ചെയ്യാനുള്ള BJPയുടെ ശ്രമത്തെ തടയിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇത്രയും ദിവസം കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ. കാരണം ഇയാൾ പറയുന്നതനുസരിച്ചാണ് ധാരാളം ബോഡിയിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടാത്ത സാഹചര്യത്തിൽ, അതായത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇപ്പോൾ ഈ എക്സ്കവേഷൻ പ്രോസസ്സിന് എന്തോ തിരിച്ചടി നേരിട്ടു എന്നൊരു തോന്നൽ മൊത്തത്തിൽ കർണാടകയിൽ മൊത്തമുണ്ട്. അപ്പോൾ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ് BJP അവിടെ ചെയ്യുന്നത്. ആ BJP അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയെ തടയിടാനുള്ള ശ്രമമാണ് കോൺഗ്രസും ചെയ്യുന്നത്. ഇതിനർത്ഥം ഇനി അവിടെ നിന്ന് ബോഡി കിട്ടില്ല എന്നല്ല, കാണാതായ പെൺകുട്ടികൾ റിയലാണ്. ധാരാളം പെൺകുട്ടികൾ കാണാതെ പോയിട്ടുണ്ട്, കണ്ടെത്തുമായിരിക്കും.